തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിയതായിരുന്നു കോൺഗ്രസ്. യുവാക്കൾക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ പ്രാധാന്യം നൽകി ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് ശബരിനാഥിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സംഘത്തെ സജ്ജമാക്കി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം. തെറ്റായ വീട്ടു നമ്പർ നൽകി എന്ന കാരണത്താൽ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അനിശ്ചിതത്വത്തിലായി. CPM നൽകിയ പരാതിയിലാണ് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യപ്പെട്ടത്. കോർപ്പറേഷൻ പരിധിയിലെ ഏതെങ്കിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ മത്സരിക്കാൻ സാധിക്കൂ എന്നതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. അപ്രതീക്ഷിതമായി മുന്നിലെത്തിയ ഈ പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ച കോൺഗ്രസ് നേതൃത്വം പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലുമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന ലേബലിലാണ് ടെക്കിയായ വൈഷ്ണയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ചത്. അതേസമയം വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM പ്രവർത്തകൻ ധനേഷിന്റെ പേരിൽ 28 വോട്ടുകൾ ഉണ്ട് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ധനേഷിന്റെ മേൽവിലാസത്തിലും തെറ്റുണ്ട് എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലെ വിലാസം തെറ്റാണ് എന്ന് കാട്ടി പരാതിയുമായി CPM പ്രവർത്തകനായ ധനേഷാണ് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. വൈഷ്ണയുടെ വിലാസം ശരിയല്ല എന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയെ കമ്മീഷൻ ഹിയറിംഗിന് വിളിപ്പിച്ചു. ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചുവെങ്കിലും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് വെട്ടിമാറ്റി. മുട്ടടിയിലെ കുടുംബ വീടിന്റെ വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലും പേര് ചേർത്തിരുന്നത്. എന്നാൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ച മേൽവിലാസത്തിൽ അച്ചടിച്ചു വന്ന വീട്ടു നമ്പർ തെറ്റായിരുന്നു. TC 18/564 എന്ന വീട്ടു നമ്പറുള്ള വീട്ടിൽ വൈഷ്ണയുമായി ബന്ധമില്ലാത്ത മറ്റൊരു കുടുംബമാണ് എന്ന് കാട്ടി CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ പരാതിയിൽ വൈഷ്ണയെ ഹിയറിംഗിന് വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വൈഷ്ണ വീട്ടു നമ്പറിലെ പൊരുത്തക്കേട് തെളിയിക്കാൻ സത്യവാങ്മൂലം സമർപ്പിച്ചു. പഴയ വീട്ടു നമ്പർ 3/564 എന്നതാണ് എന്നും പുതിയ വീട്ടു നമ്പർ 18/2365 ആണ് എന്നുമുള്ള സത്യവാങ്മൂലം ശനിയാഴ്ച സമർപ്പിച്ചുവെങ്കിലും അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യുകയായിരുന്നു. ഇതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായി. മുട്ടട വാർഡിലേക്ക് പുതിയ ആളെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ആദ്യവട്ട പര്യടനവും തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ പ്രതിസന്ധി കോൺഗ്രസിനെ ചൂഴുന്നത്. ഇതോടെ പ്രചാരണമടക്കം അവതാളത്തിലായിട്ടുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പവും തുടങ്ങി. പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പ്രചാരണം CPMന് ഭയമുണ്ടാക്കിയെന്നും അതിനെ മറികടക്കാനാണ് ഈ അനാവശ്യ വിവാദമെന്നും കോൺഗ്രസ് ക്യാമ്പുകൾ വിമർശിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. പുതിയൊരു സ്ഥാനാർത്ഥിയെ ഈ സമയത്ത് എങ്ങനെ കണ്ടെത്തുമെന്ന ആലോചനയിലാണ് കോൺഗ്രസ്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാക്കിയ CPMന്റെ പരാതിക്കെതിരെ എല്ലാ വാർഡുകളിലും പ്രചാരണം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസറുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് വൈഷ്ണ നൽകിയ അപ്പീലിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഈ അപ്പീലിൽ ചൊവ്വാഴ്ച കളക്ടർ തീരുമാനമെടുക്കുമെന്ന് അറിയുന്നു. അതേസമയം വൈഷ്ണയ്ക്കെതിരായ പരാതി തിരിച്ചടിക്കുമോ എന്ന ആശങ്ക CPMനുണ്ട്. കോർപ്പറേഷനിലേക്കുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള നീക്കം തിരിച്ചടിയാകുമെന്ന ഭയം CPMനെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് വിവരം. ഒപ്പം പരാതി നൽകിയ മുട്ടടിയിലെ CPM നേതാവ് ധനേഷിന്റെ പേരിൽ 28 വോട്ടുകൾ ഉള്ളതായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണവും CPMന് കൂനിന്മേൽ കുരുവാകും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണോ എന്ന ആശങ്കയിലാണ് CPM. ധനേഷിന്റെ പേരിൽ അങ്ങനെ 28 വോട്ടുണ്ടെങ്കിൽ തങ്ങൾ ഉന്നയിച്ച ആരോപണം തങ്ങളിലേക്ക് തന്നെ ബൂമറാങ് ആകുന്ന കാഴ്ച CPMന് കാണേണ്ടി വരും. വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനാവശ്യ മൈലേജ് ഉണ്ടാക്കിക്കൊടുത്തു എന്ന വിലയിരുത്തലും CPMന്റെ ആഭ്യന്തര ചർച്ചകളിലുണ്ട്. നിലവിൽ 2 ഘട്ടം പൂർത്തിയാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം വൈഷ്ണയും പാർട്ടിയും നിർത്തിവെച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വൈഷ്ണയും പറയുന്നു. വൈഷ്ണയുടെ പേരിൽ തെറ്റായി വന്ന വിലാസത്തിൽ വേറെയും 22 വോട്ടുകൾ കൂടി മാറിക്കിടപ്പുണ്ട്. എന്നാൽ ഇതൊന്നും പരാതി നൽകിയ CPM നേതാവ് പരാതിയായി ഉന്നയിച്ചിട്ടില്ല. അതിനർത്ഥം വൈഷ്ണയെ രാഷ്ട്രീയമായി തകർക്കുക എന്ന ലക്ഷ്യവുമായാണ് CPMന്റെ പരാതി എന്ന് കരുതേണ്ടി വരും. ഇത് സത്യസന്ധമായ കാര്യമാണ് എങ്കിലും പരാതിക്കാരൻ സമ്മതിക്കുന്നില്ല എന്ന വൈഷ്ണയുടെ വാക്കുകൾ തന്നെ CPMന് ഇക്കാര്യത്തിലുള്ള സ്വകാര്യ താല്പര്യം വ്യക്തമാണ്. പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രചാരണം നിർത്തിവെച്ച കോൺഗ്രസ് നേതൃത്വം വാർഡിലേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള വലിയ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്.
NGO അസോസിയേഷന്റെ മുൻ നേതാവായിരുന്ന ആളുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. വൈഷ്ണയുടെ കാര്യത്തിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അപ്പീലിൽ കളക്ടറുടെ തീരുമാനം വരും. അതിനുശേഷം വോട്ട് പുനഃസ്ഥാപിച്ചു കിട്ടിയാൽ വൈഷ്ണയ്ക്ക് തന്നെ മത്സരിക്കാനാകും. അങ്ങനെയല്ല എങ്കിൽ വൈഷ്ണ അയോഗ്യയാക്കപ്പെടും. അപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. IT ജീവനക്കാരിയായിരുന്ന വൈഷ്ണ നിലവിലെ ജോലി രാജിവെച്ചാണ് മത്സരത്തിനിറങ്ങിയത്. അതിനിടയിൽ ഇത്തരത്തിലൊരു തിരിച്ചടിയും പ്രതിസന്ധിയും തീരെ പ്രതീക്ഷിച്ചിരുന്നുമില്ല.